ചരിത്രത്തിലാദ്യമായി ഒരു ഇന്ത്യൻ വംശജൻ, അതും ഒരു മുസ്ലിം യുവാവ്, ന്യൂയോർക്കിലെ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട ചരിത്ര മുഹൂർത്തമാണ് കടന്നുപോയത്. ട്രംപിനെ പോലെ എല്ലാ രാജ്യങ്ങളോടും ലോക പോലീസ് കളിച്ച് ശത്രുത ചോദിച്ചു വാങ്ങുന്ന അമേരിക്കയിൽ എന്തായാലും ഡെമോക്രാറ്റുകൾ നേടിയ ഈ വിജയം, സൊഹ്റാൻ മംദാനി എന്ന 34-കാരൻ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അത് സോഷ്യലിസ്റ്റുകളുടെ ഒരു ചരിത്ര വിജയമായിട്ടാണ് കാണേണ്ടത്. ഇന്ത്യൻ വംശജനായ മംദാനി പഞ്ചാബിലും ഡൽഹിയിലും വളർന്ന മീര നായർ എന്ന ചലച്ചിത്ര സംവിധായകയുടെയും കൊളംബിയ സർവകലാശാലയിലെ പ്രൊഫസറായ മുഹമ്മദ് മംദാനിയുടെയും മകനാണ്. സൊഹ്റാൻ മംദാനിയുടെ അമ്മ പ്രശസ്ത ചലച്ചിത്ര സംവിധായകയായ മീര നായർ. അവർ ഒട്ടേറെ സിനിമകൾ സംവിധാനം ചെയ്തിട്ടുള്ള ചലച്ചിത്ര പ്രവർത്തകയാണ്. പത്മഭൂഷൺ ഉൾപ്പെടെ അനവധി അംഗീകാരങ്ങളും അവർക്ക് ഇന്ത്യയിലും US-ലുമായി ലഭിച്ചിട്ടുണ്ട്. സലാം ബോംബെ കാൻ ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചിരുന്നു. മിസിസിപ്പി മസാല, മൺസൂൺ വെഡ്ഡിംഗ്, കാമസൂത്ര തുടങ്ങിയ പ്രശസ്ത സിനിമകൾ അവരുടേതാണ്. അമേരിക്കൻ ചലച്ചിത്ര സംവിധായകയായി അറിയപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ വേരുകൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് തന്നെയാണ്. പഞ്ചാബിലും ഡൽഹിയിലും ആയിരുന്നു അവരുടെ ബാല്യ കൗമാരങ്ങളും വിദ്യാഭ്യാസവും എല്ലാം. എന്തായാലും ലോകത്തിന് തന്നെ അഭിമാനാർഹമായ നേട്ടം കൈവരിച്ച മംദാനിയുടെ മാതാവും ഒരർത്ഥത്തിൽ ലോക പ്രശസ്തയാണ്. ജനനം കൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ഒരു ലോക പൗരൻ എന്നെല്ലാ അർത്ഥത്തിലും വിശേഷിപ്പിക്കാവുന്ന യുവാവാണ് മംദാനി. മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹം അധികാരമേറ്റുകൊണ്ട് ആദ്യം നടത്തിയ പ്രസംഗം, ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു നടത്തിയ പ്രസംഗം ഓർമ്മിപ്പിച്ചുകൊണ്ടാണ്. അതുതന്നെ ഇന്ത്യയോടും സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തോടും ഇന്ത്യൻ ജനതയോടും മംദാനിക്കുള്ള ബന്ധമാണ് വിളിച്ചു പറയുന്നത്. നെഹ്റു അന്ന് നടത്തിയ ചരിത്രപ്രസിദ്ധമായ പ്രസംഗം വളരെ ശ്രദ്ധേയമാണ്. ചരിത്രത്തിൽ വിരളമായി മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് ഒരു പുതുയുഗത്തിലേക്കാണ്. പുതുയുഗത്തിലേക്ക് കാലൂന്നുമ്പോൾ ഒരു കാലഘട്ടത്തിന് തിരശ്ശീല വീഴുകയാണ്. അടിച്ചമർത്തപ്പെട്ട ഒരു ദേശം അതിൻ്റെ ആത്മാവ്, അതിൻ്റെ സ്വരം വീണ്ടെടുക്കുകയാണ്. ഇതായിരുന്നു നെഹ്റുവിൻ്റെ പ്രസംഗത്തിലെ ചില വരികൾ. ആ വരികൾ ആവർത്തിച്ചുകൊണ്ടാണ് മംദാനി തന്റെ വിജയം ലോകത്തെ അറിയിച്ചത്. എന്തായാലും പാലസ്തീൻ വിഷയത്തിലും ഉക്രൈൻ യുദ്ധത്തിലും എല്ലാം ട്രംപ് എടുത്ത ഇരട്ടത്താപ്പ്, പാകിസ്ഥാന് നേരെ ഇന്ത്യ നടത്തിയ സിന്ദൂർ ഓപ്പറേഷൻ, എല്ലാറ്റിലും നമ്മളാണ് അതിന്റെ പിന്നിൽ, സമാധാനത്തിന്റെ സന്ദേശവാഹകൻ താനാണ് എന്ന് പറയുകയും, ഇസ്രായേലിനെ കൊണ്ട് പാലസ്തീനെതിരെയുള്ള യുദ്ധത്തിലായാലും റഷ്യൻ യുക്രൈൻ യുദ്ധത്തിലായാലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലായാലും ട്രംപ് സമാധാനത്തിന്റെ പാതയല്ല, രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടാനും യുദ്ധം ഉടലെടുക്കാനുമുള്ള നീക്കങ്ങളാണ് പലപ്പോഴും നടത്തിയിട്ടുള്ളത്. അങ്ങനെ അമേരിക്കൻ ജനത ഉൾപ്പെടെ ട്രംപിന്റെ നടപടികളെ, നിലപാടുകളെ വിമർശിക്കുന്ന ഒരു കാലത്ത് ആണ് ന്യൂയോർക്കിൽ ഒരു ഇന്ത്യൻ വംശജൻ, അതും ഒരു മുസ്ലിം ആയ യുവാവ് മേയറായി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇത് നെഹ്റു പറഞ്ഞതുപോലെ ചരിത്രത്തിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒന്നാണ്.